തുംഗജനാദര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ കുറച്ച് ക്രേസി ആൾക്കാരെയാണ് വേണ്ടത്. വട്ടാണ് നോട്ട് ചെയ്യുന്നത്. ഇതൊന്നും അല്ല ആണല്ലേ? കാണാൻ അഴിച്ചു വിടങ്ങോട്ട്. ആരിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, കൊള്ളാം കൊള്ളാം ചേട്ടാ കൊള്ളാം. അതാണ് അവന്റെ മോട്ടിവേഷൻ. കൊള്ളാന്നല്ല, കൊളമായി കൊള്ളാം. ഇവളുടെ അമ്മാമ്മേനെ അടുത്ത് പോയേ. അപ്പൊ അമ്മാമ്മ ആദ്യം കണ്ടിട്ട് പറയാ അമ്മാമ്മ നമസ്കാരം. അമ്മാമ്മ നല്ലതായി പോയി. നമ്മളെ ഇത്രയും അടുത്തിങ്ങനെ നിർത്തുന്നത് അതാണ്, മ്യൂസിക്കും പിന്നെ വട്ടും. കോമൺ ആയിട്ട് വരുന്ന രണ്ടുപേരേതാ, വട്ടും മ്യൂസിക്. ഒൻറാക ചെയ്തിട ഒരു നൂര നാടകം ഒത്തിരകൾ ചെയ്ത് എതിർപ്പാർത്തിരുന്നേ ഏറെ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം ആ മഹത്തായ ദിവസം ഇന്നാണ്. ക്ലബ് എഫ്എമ്മിൽ കുറച്ചധികം ആളുകൾ വന്നെത്തുന്ന ദിവസം. അപ്പോൾ എൻ്റെ കൂടെ എന്നുള്ളത് 10 പേരാണ്, പക്ഷെ അവർ 100 പേരായിട്ട് സൗണ്ട് ചെയ്യും. ടീം ജൂവി, വെൽക്കം ടു ക്ലബ് എഫ്എം. ഇതിനെ അടഞ്ഞിരിക്കുന്നൊരു ഫീൽ. ഇങ്ങനെയൊന്നുമല്ല, കത്തിക്കയറാൻ സമയം കുറച്ച് വേണം. അപ്പം എനിക്ക് നിങ്ങളെപ്പറ്റി പറയാനുള്ള ഒരു അക്കപ്പല ടീമാണ് നിങ്ങൾ. അടിപൊളിയായിട്ട് പാട്ട് പാടി അങ്ങ് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. അപ്പം എനിക്ക് നിങ്ങളെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ആരാണ് ജുവി, എന്താണെന്നുള്ള കാര്യം? ജുവിയുടെ ഫൗണ്ടർ തന്നെ പറയട്ടെ. ഓക്കെ ജുവി, അബീഷ്. എൻ്റെ പേര് അബീഷാണ്. സോ ഞാൻ ക്രൈസ്റ്റ് കെങ്കേരി ബിടെക് ചെയ്യുന്നു. അപ്പോൾ ജുവി ബേസിക്കലി കഴിഞ്ഞ വർഷമാണ് ഞാൻ തുടങ്ങിയത്. സോ ഐ വാസ് ലൈക്ക് ക്യാമ്പസിൽ ഓൾറെഡി കുറെ ടീംസ് ഉണ്ട്. സോ ഐ വാസ് ലൈക്ക് വൈ നോട്ട് ഐ മേക്ക് വൺ ഓഫ് മൈ ഓൺ. ഓക്കെ ഫൈൻ, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവട്ടെ. ലൈക്ക് ശരി. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവനെ വിളിച്ചു. ലൈക്ക് എടാ ഒരു ടീം ഉണ്ടാക്കിയാലോ. ഹി വാസ് ലൈക്ക് ഓക്കെ എടാ തുടങ്ങാം. അപ്പൊ ഇവന് തുടങ്ങിയിട്ട് ഇറ്റ് വെന്റ് ഓൺ ടു ദെയർ. ആൻഡ് ദെൻ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ദർപ്പൺ പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റ് ഉണ്ട്, അവിടെയാണ് ആദ്യമായിട്ട് പെർഫോം ചെയ്തത്. വി പെർഫോം കരളിന്റെ അവിടെയും ഒരു മലയാളത്തിൽ അപ്പൊ അവൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂരാണ്. മലയാളിയാണെന്നേ ഉള്ളൂ പാരന്റ്സ്. രണ്ടുപേരുണ്ട്, ഒരാളെ കൂടെ പരിചയപ്പെടുത്തുന്നത്. അത് തെക്കപ്പെട്ട സുന്ദരി. So we started with that, and then from there is where we grew. And then എന്നെ പ്രൈസ്ഡ് ഓവറോൾ ആയിട്ട് പെർഫോമൻസിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ബെസ്റ്റ് ബീറ്റ് ബോക്സർ ആയിട്ട് കിട്ടി. അതിന്റെ ഈ വർഷം we were like okay let's level it up, and then we performed 4 different songs this year. ഒന്നും ജയിച്ചില്ല, but then best soloist, individual awards best beat boxer അങ്ങനെ best soloist, best host, best beatboxer ഇതൊക്കെ കിട്ടി. And that was more than enough for us. And then after that we posted in our channel, our page, Instagram page. പിന്നെ അവിടുന്ന് റീച്ച് കുറെ കിട്ടി. And then now we are here. അടിപൊളി. അപ്പം നമ്മൾ ഈ റീച്ച് കിട്ടിയതിനെ പറ്റി പറയുമ്പോൾ ഞാനൊക്കെ കേൾക്കുന്നത് നമ്മുടെ നിങ്ങൾ അക്കപ്പല യൂസ് ചെയ്ത് കോളേജിൽ പാടിയ പാട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷൻ തീർത്തു കൊടുക്കാം. 100 പേര് എങ്ങനെ സൗണ്ട് ചെയ്യുന്നത് ഇപ്പൊ കാണിച്ചു തരും നമുക്ക് ജൂവി. പച്ചക്കിളിപ്പവിഴപാൽ വന്ന മൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണ ശംഭോ അതിലൊന്നിലടിയന്റെ വധുവുണ്ടേത് ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ തുംഗജനാദര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ തുംഗജനാദര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ
ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ അപ്പോൾ നമുക്ക് ജൂവിനെ പറ്റി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരെ പറ്റി എനിക്ക് പേര് ഇത്രയും പേരൊന്നും ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് ആരാണ് എന്താണ് ബാൻഡിൽ എന്താണെന്നൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പാടാനല്ലേ പറഞ്ഞേ. എന്റെ പേര് തെക്കേപ്പറമ്പിൽ വർഗീസ്. യോ സീൻ പണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാം പേജില് നൈറ്റ് റൈഡർ, ദ ഡാർക്ക് അൺനോൺ എന്നിങ്ങനെ ഇട്ടൊരു സമയം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ എന്തിനാ അങ്ങനെ ഇടുന്നേ, നമുക്കൊരു വെറൈറ്റി പിടിച്ചാലോ. എന്റെ അപ്പന്റെ സ്ഥലത്തിന്റെ പേര്, പിന്നെ എന്റെ അമ്മയുടെ അപ്പയുടെ പേര്, അപ്പം രണ്ടും കൂടെ ചേർത്ത് തെക്കേപ്പറമ്പിൽ ചാക്കോച്ചാണ് ഇൻസ്റ്റാഗ്രാം. ഫോളോ ചെയ്ത് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഞാൻ ടെക്നിക്കലി ബിടെക് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ചെയ്യുന്നു, കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി. ഈ ജൂവിയിൽ അബീഷ് പറഞ്ഞ പോലെ എന്നെ വിളിക്കുന്നു, പ്രത്യേകിച്ച് ഈ പണിയില്ലാത്ത സമയത്ത് പണി വരുമ്പോൾ എന്നാ പിന്നെ ഒരു പണി ആവാം എന്നൊരു ചിന്തയില് ഞാനങ്ങ് സമ്മതിച്ചു, നമുക്കൊന്ന് ചെയ്യാം. കോമ്പറ്റീഷൻ ഉള്ളപ്പോ നമുക്കൊരു ചാർജ് ആണല്ലോ, ചെയ്തേക്കാം, ചാർജ് ആവട്ടെ. അടിപൊളി. ചായ വന്നിട്ട് നിങ്ങൾ ചാർജ് ആണോ? പുള്ളിയുടെ ചാർജ്. പിന്നെ ഗിറ്റാർ അക്കോസ്റ്റിക് വായിക്കുന്നു, ബാരിറ്റോൺ ബേസ് ചെയ്യും. അടിപൊളി. അടുത്തയാള് ഇത്രയൊന്നും പറയാനില്ല. സാജു. ഞാൻ ഇവനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഇയർ തന്നെയാണ്. ഇപ്പൊ ഈ വർഷത്തെ ദർപ്പണിന് ഇവനെ ബേസ് പാർട്ടിന് വിളിച്ചു, കാരണം ഇവന് എത്താൻ പറ്റുന്നില്ല. പിന്നെ വന്നപ്പോ ഇവര് ഫുൾ വൈബായിരുന്നു. അതുകൊണ്ട് ഒരു ഫാമിലി പോലെ ആണ്. അടിപൊളി. ഞാൻ പിന്നെയും പറഞ്ഞത് പേര് അബീഷ് പോളൻ ഫുൾ നെയിം. ബിടെക് തേർഡ് ഇയർ. ഞാൻ ജൂബിയുടെ ഒരു ഫൗണ്ടർ. സോ ഞാൻ ബേസും ബീറ്റ് ബോക്സറാണ്. അടിപൊളി. ബെസ്റ്റ് ബീറ്റ് ബോക്സർ. ഞാൻ ഹാന വർഗീസ്. ഞാൻ തേർഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ചെയ്യുന്നു. ആൻഡ് ഐ എം ഓൾട്ടോ. ഞാൻ ഇവനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, സോ ഹി കോൾഡ് മീ. ഓക്കേ, അടിപൊളി. സോ എൻ്റെ പേര് ജെനിഫർ റോബർട്ട് ബേബി. ജെനിഫർ റോബർട്ട് ബേബി. ബേബി. ഓക്കേ, ബേബി എന്ന് ചോദ്യമായിരുന്നു. ഓക്കേ, പറഞ്ഞോ. ഞാൻ തേർഡ് ഇയർ സൈക്കോളജി. അബീഷിന് ഞാൻ ഓൾട്ടോ ചെയ്യുന്നു. കൊയറിലാണ്, ഞങ്ങൾ എല്ലാവരും കൊയറിലുണ്ട്. അപ്പൊ കൊയറിലാണ് അബീഷിനെ പരിചയപ്പെടുന്നത്. പിന്നെ തലയിലായി അബീഷ്. പിന്നെ അങ്ങനെ അല്ല, ഇങ്ങോട്ട് തിരിച്ചു തലയിലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ചു പേരുണ്ടായിരുന്നു. അപ്പൊ നമ്മള് എല്ലാരും കൂടി ഇങ്ങനെ ഇട്ട് തുടങ്ങിയ ഒരു സംഭവമാണ് ജൂയി. അങ്ങനെ ജൂയിലേക്ക് എത്തി. ഹായ്, ഞാൻ വൈഷ്ണവ്. എന്നെ ജൂയിലോട്ട് ഞാൻ BB ആണ് ചെയ്യുന്നത്, ക്രൈസ്റ്റില്, കെങ്കേരി ക്യാമ്പസ്. അപ്പൊ എന്നെ ജൂവിലോട്ട് ഈ വർഷം വിളിക്കുന്നത്. എനിക്കറിയാം അങ്ങനെ ടീം ഉണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞ കൊല്ലം ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇവരെ എനിക്ക് എല്ലാവരും പരിചയമുണ്ട്. എന്നെ വേറെ അക്കപ്പല ടീംസ് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അല്ലല്ല, ഞാനിവിടെ പാടാൻ വന്നേക്കുന്നതല്ല, ഞാനിവരുടെ കൂടെ വൈബ് അടിക്കാൻ വന്നിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് അക്കപ്പല്ല എന്ന് പറഞ്ഞ സാധനം ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാ, അതുകൊണ്ട് ഞാൻ പോയില്ല. ഇവൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ വെച്ചോ ഈ ടീം പാടാനല്ല എൻജോയ് ചെയ്യാൻ നടക്കുന്ന ടീമാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കേറാം വിചാരിച്ച് ഇക്കൊല്ലം കേറിയതാ. ഇന്നലെ പഠിച്ച വാക്കാ മലയാളത്തിന്. അതൊരു രസം എന്ന് പറഞ്ഞാ, ഇന്ന് ഇവളുടെ അമ്മാമ്മേനെ അടുത്ത് പോയേ. അപ്പൊ അമ്മാമ്മ ആദ്യം കണ്ടിട്ട് പറയാ അമ്മാമ്മ വല്ലാണ്ടായി പോയി. എൻ്റെ പേര് ചരിഷ്മ മരിയ, തേർഡ് ഇയർ സൈക്കോളജി. ഞാൻ ജെനി ഒരേ ക്ലാസ്മേറ്റ്സാണ്. പിന്നെ മെറ്റ് അബീഷ് ത്രൂ മ്യൂച്വൽ ഫ്രണ്ട്, ക്വയറിലുണ്ടായിരുന്നു. അപ്പോഴത്തേനും മലയാളം അത്ര ഒന്നും സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ ട്രൈ ആക്കാം. പിന്നെ എൻ്റെ പേര് ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. ഫ്രം തിരുവനന്തപുരം. കറക്റ്റാണോ? കറക്റ്റാ.
പിന്നെ been a sob or two here and there solo if the song is nice. Okay. That's it. Kochile first time. First time. Kerala second time. Kerala. Kerala. Yes. മൈ നെയിം ഇസ് നിംസി റെക്സ് തോമസ്. ഞാൻ സെക്കൻഡ് ഇയർ സൈക്കോളജി ചെയ്യുക. പിന്നെ എന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഫെസ്റ്റിന് ഞാൻ പോയി പാടാൻ. അപ്പോൾ ഐ ഹാവ് നോട്ട് മെറ്റ് അബീഷ് ബിഫോർ. നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ജൂവിയിൽ എടുക്കുവാണേ, നീ ഉണ്ട് കേട്ടോ. ഓക്കെ, നീ ഉണ്ട്. ഞാൻ പറഞ്ഞ ഓക്കെ ജൂവി എന്താന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറേ വി ബിഗെയിം ഫ്രണ്ട്സ് ആൻഡ് ഓൾ ദാറ്റ്. ഐ ഹവ് ബിൻ ടു ക്ലബ് FM ആസ് ലൈക്ക് കുട്ടി ആർജയുടെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു ദുബായ് വെച്ച്. അത് ഇല്ല അത് പണ്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ സെഗ്മെന്റ് ഉണ്ട്. I was just there for the competition. എന്നെ ചെറിയതാന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ ഐ തിങ്ക് ഐ എം ദി യങ്ങസ്റ്റ് ഇൻ ദി ഗ്രൂപ്പ്. മനസ്സിൽ കുട്ടി തന്നെ. കുട്ടികളുടെ ബുദ്ധിയുള്ളൂ. അമ്മാമ്മ എന്നാ വിളിക്കുന്നത്. ബിക്കോസ് വിസ്ഡം. അത് ഈ വയസ്സാകുമ്പോ കുട്ടികളുടെ പോലെ ഒന്ന് പറയുന്നു. എൻ്റെ പേര് ജസ്. ഞാൻ 3rd ഇയർ ബിടെക് പഠിക്കുന്നു, റോബോട്ടിക്സ്. പിന്നെ എൻ്റെ ഇതുപോലെ അഭിഷോ എന്ന് വിളിച്ച ഈ വർഷം ഞാൻ ജോയിൻ ചെയ്ത ഇതിൽ അഭിഷോ എന്ന് വിളിച്ചു പാടാൻ. ഞാൻ ടെനർ പാച്ച പാടാറ്. ഹായ്, എൻ്റെ പേര് ജോന. ഞാനും 3rd ഇയർ ബിടെക് കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കണേ. ഞാൻ ജുവിയിൽ ലൈക്ക് ഞങ്ങൾ തുടങ്ങിയപ്പോൾ തൊട്ടുണ്ട് അബീഷിൻ്റെ കൂടെ. എനിക്ക് ലൈക്ക് കുഞ്ഞിലെ തൊട്ട് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ലൈക്ക് ഇങ്ങനെ മ്യൂസിക് അക്കപ്പല എന്ന് പറയുമ്പോൾ ലൈക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പം അങ്ങനെ അറേഞ്ച് ചെയ്യാൻ താല്പര്യമാണ്. അങ്ങനെ കൂടിയതാ. ലൈക്ക് കോളേജിൽ കയറിയപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും മ്യൂസിക്കിൻ്റെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ കയറണം, അങ്ങനെയൊക്കെ തന്നെ ഇത് വിചാരിച്ചാണ് കയറിയത്. അപ്പോൾ കയറിയപ്പോൾ ഓക്കെ കുറേ അവിടെ ക്രൈസ്റ്റ് കയറിയപ്പോൾ തന്നെ കുറേ ഒരു മ്യൂസിക്കിലോട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പം എനിക്ക് പറ്റിയ സ്ഥലമെന്ന് മനസ്സിലായി, അങ്ങനെ കയറി. Saw you dancing on that night, beautiful, most beautiful, my eyes shall see. The music played was touching me. Now I can't stop, no I can't stop. When I close my eyes, all I see is your face. Oh, it takes me back to that place, glowing as a golden light here. Or maybe someday you will find it. I've been falling in love again. I've been losing myself to something, oh, I think I'm falling in love again. Scared of losing the sound, but maybe I won't. അപ്പം നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന പാട്ടാണ് വൈറലായത്. അന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെയാണ് ശരിക്കും കടന്നു പോയത്? എപ്പോഴാണ് എടാ ഞാൻ വൈറലായടാ എന്ന് റിയലൈസ് ചെയ്യുന്നത്? എനിക്ക് അത്രയ്ക്കൊന്നും ഓർമ്മയില്ല. What I just remember is like Instagram page ഉണ്ടാക്കി and we were like ശരി ഇതൊക്കെ പോസ്റ്റ് ചെയ്യാം. Then we just posted it. I think within 2-3 days ആരോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് എടാ വൈറലായി. അതായത് ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാവരും ഓ മൈ ഗോഡ് ഫുൾ മെസ്സേജ് വാട്സാപ്പിൽ. അതിന്റെ നോക്കിയപ്പോൾ 200K it started and then we got reposted. And then ഇപ്പോ രണ്ടും ചേർത്തിട്ട് I think there's around 1 million views. ഓ അടിപൊളി. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം അങ്ങനെ നോക്കി നടക്കുന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടോ? പാട്ടൊക്കെ പാടുന്നുണ്ട് തോന്നുന്നല്ലേ, ഇൻഡിവിജ്വലി കവേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അടിപൊളി. അപ്പോൾ നിങ്ങളുടെ ഈ ബാൻഡ് ഇപ്പോൾ പറഞ്ഞു 3rd ഇയർ ആണ്, 1 ഇയറും കൂടെയാണ് മിച്ചം നിൽക്കുന്നത്. അപ്പോൾ ആ 1 ഇയർ കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ജനറേഷൻ ആഡ് ഓൺ ചെയ്യണം, അതുപോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പാക്ട് ചെയ്യണം, അതിൻ്റെ ഫ്യൂച്ചറും നമ്മൾ കാണണം.
അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? തലയിലുണ്ടോ ഇപ്പൊ അങ്ങനെ, അതോ ഇപ്പൊ ഇങ്ങനെ പോകുന്നത്? ഇതുവരായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. Yeah. Because I was like, Juvi, what I thought was, okay, my group of friends, I'll I'll go forward. Then 4th year everyone will go their separate ways. Yeah. And then everyone they go like where stage, so and some might go abroad also. So അങ്ങനെ ആവുമ്പോ group will slowly disband. But yeah, we'll be in touch, but then future അത്രയ്ക്കും not yet planned. ഓക്കെ, പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ എന്താ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് പാട്ട് പാടുന്ന ഒരാളാകുക എന്നുള്ളതാണ്. പറ, എന്താണ് ശരിക്കും നിങ്ങളുടെ അവസ്ഥ? ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് പാടിയിട്ടുണ്ടെങ്കിൽ കുറെ ഫാൻസ് ഉണ്ടാവും. ഇതിന് വലിയൊരു ലോങ് സ്റ്റോറിയാണ്. കാരണം എന്താ വെച്ചാൽ ഞാന് ഒരു വർഷമായി കെഞ്ചി നടക്കുമായിരുന്നു. എന്റെ കസിന്റെ വീട്ടിൽ പോയപ്പോഴാണ് കാണാൻ ഇഷ്ടപ്പെടുന്നത്. ശരി, ഒരു വർഷമായിട്ട് കെഞ്ചി നടക്കുമോ 12th grade എനിക്ക് പഠിക്കുമ്പോഴേ മാർക്ക് വേണം, ബോർഡ് എക്സാം ആണ്, അതാണ്. 10th ബോർഡ് എഴുതിയില്ല. അത് ശരി. അതാ കോവിഡ് കാരണം പാസ്. കെഞ്ചി 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 അവസാനം ഗിറ്റാറും. പക്ഷെ നീ ഗിറ്റാർ തൊടണ്ട, ബോർഡ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇത് പഠിച്ചോളാന്ന് വിചാരിച്ചു. പിന്നെ നല്ല പാഷൻ, ഇഷ്ടമുണ്ട് ഇത് വായിക്കാൻ. എന്റെ സ്വന്തം ഒരു ഇഷ്ടത്തിന് സന്തോഷത്തിന് ഐ ഫീൽ സാറ്റിസ്ഫൈഡ് ഇത് വായിക്കുമ്പോൾ. അപ്പൊ ആ സന്തോഷം ഇങ്ങനെ വായിച്ചു വരുന്നു. പിന്നെ ബാക്കി വരുന്നത് വെച്ച് കാണാനാണല്ലോ. എടാ പറഞ്ഞു തരുന്നത് എനിക്ക് അറിയത്തില്ല, ഇവന്മാർ അറിയേണ്ട എടുത്താണോ? ഇപ്പം ഇതുപോലത്തെ ഗ്രൂപ്പിലൊക്കെ കയറി ചാൻസ് കിട്ടുന്നു. പിന്നെ കുറെ പ്രോഗ്രാംസ് ഒക്കെ വായിക്കുമ്പോ ആരെങ്കിലും കൂടെ കവേഴ്സ് ഒക്കെ ചെയ്യുമ്പോ സ്ലോലി നമ്മൾ തന്നെ അറിയാം, നമ്മളങ്ങ് ഇമ്പ്രൂവ് ആവും. അടിപൊളി. ആരിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓക്കെ, അടിപൊളി. അപ്പൊ നിങ്ങൾ ഈ അക്കപ്പല ടീം ഫുൾ ഫോം ചെയ്യുന്ന കുറച്ച് വോക്കൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ പല രീതിയിൽ ബീറ്റ് ബോക്സിങ്ങും പല രീതിയിലുള്ള ആളുകൾ വേണമല്ലോ. ഇപ്പൊ പറഞ്ഞു ഞാൻ അതിൽ പോയപ്പോ എന്നെ പിക്ക് ചെയ്താന്ന്. എന്ത് കണ്ടിട്ടാണ് ശരിക്കും ഓരോ അങ്ങനെയല്ല, ബേസിക്കലി നമ്മൾ എന്ത് ഒരു നോട്ട് ചെയ്യലോ. അപ്പൊ അതെന്താണ്, എന്ത് കാര്യങ്ങളാണ് ഓരോരുത്തരില് നിങ്ങൾ ഈ ബാൻഡിൽ ഇരിക്കുന്നവരില് നമ്മള് കുറച്ച് ക്രേസി ആൾക്കാരെയാണ് വേണ്ടത്. വട്ടാണ് നോട്ട് ചെയ്യുന്നത്. അഴിച്ചു കാലില് ചങ്ങലുണ്ടോ? ഓക്കെ, rather than craziness എന്താണ്? So basically, like Jenny പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും choirലുണ്ട്. ശരി. So I have heard each and everyone singing personally. Yeah. So അത് വെച്ചിട്ട് I was like, okay, he's good in bass, she's good in alto, solo ഇവർക്ക് പാടാൻ പറ്റും. പിന്നെ കുറെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കും, ഗിറ്റാർ, ഇലക്ട്രിക് ഗിറ്റാർ, കീബോർഡ്. ഞാൻ കീബോർഡ് വായിക്കും, അവൻ മൃദംഗം. So based on all that I was like, ശരി, I pick people like that, and then so ഓക്കെ, നിങ്ങളുടെ ജൂവി എന്ന ബാൻഡിൽ നിങ്ങൾ ആയിട്ട് ഇൻപുട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ചിലപ്പോൾ ബേസ് എന്തെങ്കിലും പുതിയ ടോൺസ് ആയിരിക്കാം, ചിലപ്പം വായ്ത്താരികളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ട് ആഡ് ഓൺസ് ഉണ്ടോ? ശരിക്കും നിങ്ങൾ പാട്ടുകൾ ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ മൊത്തം റീസ്ട്രക്ചർ ചെയ്തിട്ടല്ലേ പിന്നെ പാടുക? ആഡ് ഓൺസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു പാട്ട് എടുക്കുവാണെങ്കിൽ അതിന് ലൈക്ക് പാർട്സ് ഉണ്ടാക്കണം. അപ്പം പാർട്സ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മളിപ്പം ലൈക്ക് വേറെ കവേഴ്സ് ഒന്നും അങ്ങനെ നമ്മൾ കൂടുതൽ റെഫർ ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ തന്നെ ലൈക്ക് പാർട്സ് ഉണ്ടാക്കാനാണ് മാക്സിമം ട്രൈ ചെയ്യണത്. ഇൻസ്പിറേഷൻസ് കാണും, പക്ഷെ നമ്മൾ മാക്സിമം എങ്ങനെയെങ്കിലും ഇപ്പം ഒരു പാട്ടിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ട് തന്നെ എങ്ങനെയെങ്കിലും അത് ഡിഫറെൻ്റ് ആക്കാൻ പറ്റുമോ നമ്മൾ പാർട്സ് ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും ഒരു ഡിഫറൻസ് സാധനം കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ലൈക്ക് മേജർലി പെർഫോം ചെയ്തത് ദർപ്പൻ എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനിലാണ്. അപ്പം അവിടെ ടെക്നിക്കാലിറ്റി നോക്കും, സ്റ്റേജ് പ്രസൻസ് നോക്കും, അങ്ങനത്തെ എല്ലാം നോക്കും. അപ്പം നമ്മൾ എല്ലാവരും ഇപ്പം ചിലവർ സ്റ്റേജ് പ്രസൻസ് ഒന്നും അത്ര ലൈക്ക് കാര്യമായിട്ട് എടുക്കത്തില്ല. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ ഒരു സ്റ്റേജ് പ്രസൻസും കുറച്ച് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലും. ഇപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൽ തന്നെ ഞങ്ങൾ കരൾ ആ പാട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷോളൊക്കെ ഇട്ട് ലൈക്ക് ഒരു ഡിഫറെൻ്റ് ഒരു സാധനങ്ങൾ അങ്ങനെയൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആൾക്കാരായിട്ട് കണക്ട് ചെയ്താൽ അവരെ ചിരിപ്പിക്കാനും അതൊന്ന് എൻ്റർടൈൻമെൻ്റ് ആക്കാനും അങ്ങനെയൊക്കെ ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് ചെയ്യുന്നതാണോ, അതല്ലെങ്കിൽ ഒരു മൂഡിനനുസരിച്ച്? കോമ്പറ്റീഷന്റെ തലേ ദിവസം പഠിക്കും. കാരണം അതുവരെ ആരും എല്ലാവരും പ്രാക്ടീസിനും ഇല്ല. എല്ലാവരും കൂടെ എത്തുമ്പോ ഒരു കാണും ബിസി ആയിരിക്കും. എഞ്ചിനീയറിംഗ് കൂടെ ബാൻഡ്, കൊയർ, എന്തേലൊക്കെ എവിടെ. ഇപ്പൊ ജോന നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ബാൻഡിന്റെ ഹെഡാ.
ശരി. അപ്പൊ അവൻ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് അവൻ വന്നാൽ ബാക്കി ആരും ചിലപ്പോൾ പ്രാക്ടീസ് ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ അവനോട് നിൽക്കേണ്ടി വരും. ഇല്ല അപ്പൊ അവൻ നിന്ന് കഴിഞ്ഞാൽ ഡിപ്ലോമസി കളിക്കുമ്പോൾ അല്ല, അപ്പോൾ അവന് ഇപ്പോൾ വരാൻ പറ്റില്ല പല സമയത്തും. അവൻ അവിടെ നിൽക്കണം, റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. ബട്ട് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെങ്കിലൊക്കെ ആരെങ്കിലും എന്തേലും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്ത് നിങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ടെങ്കിൽ ഏതാണ് ബാൻഡിന്റെ ഇടയ്ക്ക് ഭയങ്കര രസമായി? അത് കൺഫ്യൂഷൻ തന്നെ, ആക്ച്വലി കൺഫ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉണക്കമുന്തിരി ഉണ്ട്, ഹൃദയത്തിലെ. ചെക്കനും കെട്ടും കഴിഞ്ഞ് വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണും ചെക്കൻ നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക. അപ്പൊ ന്യൂ ട്യൂൺസ് കണ്ടുപിടിക്കുന്ന ആരെയും മീൻസ് ഇങ്ങനെ ഒരു സാധനം ഇടാം. ഇപ്പൊ ആ പക്ഷിയുടെ സാധനം അത് വന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു. ഓൺ സ്റ്റേജ് വരുന്നത് അഭിഷന്റെ ആണോ? അതിനു മുന്നേ ഞങ്ങൾ കേട്ടിട്ടില്ല ഈ പക്ഷിയെങ്കിലും. സ്റ്റേജിൽ പറയുമ്പോ നമ്മൾ തോന്നി അഭീഷ് ഇങ്ങനെ പിന്നിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, മനസ്സിലായി, എന്തൊക്കെയോ അവിടെ സൗണ്ട് വരുന്ന മോശമാകില്ല, എൻഹാൻസ് ചെയ്യുള്ളൂ പെർഫോമൻസിനെ അറിയാം. പിന്നെ അപ്പൊ ഇൻ ദ ഫ്ലോയില് ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ നിന്ന് വരും, പലപ്പോഴും ആടാവണോ അല്ലേ? അപ്പൊ ഇതിനകത്തൊരു അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എപ്പോ വേണേലും ഏത് ലെവലിലേക്ക് വേണേലും എക്സാജറേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഒരു ഫോം ഓഫ് പാട്ടാണ് അല്ലെങ്കിൽ സോങ് ആണല്ലോ. അപ്പം അതില് നിങ്ങളിപ്പോ ഒരാളെടുത്ത് പിടിച്ചു, അടുത്ത ആൾക്ക് അത് മനസ്സിലായില്ല, അങ്ങനത്തെ വല്ല സാധനം ഇങ്ങനെ എക്സ്പെരിമെന്റ് ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഇൻ ദ വേ ജോന വോക്കൽസിലാണോ? മൊത്തത്തിൽ പാർട്സ് വെച്ച് കളിക്കുക. ഓക്കെ, ജോന പ്രാക്ടീസിന് വന്നില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മള് ജോനല്ലേ, ബാക്കി 9 പേരുണ്ടോ നോക്കും, 10 പേരുണ്ടോ നോക്കും. എന്നാൽ നമ്മൾ അവൻ ഓൺ സ്പോട്ട് എന്തെങ്കിലുമൊക്കെ പാടിക്കോളും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോളേജിൽ ശരിക്കും ഈ ബാൻഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇച്ചിരി പോപ്പുലർ ആയി വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഒരു അങ്ങനെ ആക്ച്വലി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്റ്റേജിൽ കയറുമ്പോ തന്നെ ഭയങ്കര ഓളാണ് ഓഡിയൻസ്. അടിക്കൊല്ലും നമ്മൾ കണ്ടു, ക്രൗഡിന്റെ ഫേവറേറ്റ് എപ്പോഴും. അത് ഈ ജോന പറഞ്ഞ പോലെ സ്റ്റേജ് പ്രസൻസ്, സെലക്ട് ചെയ്യുന്ന പാട്ട്. ക്രൈസ്റ്റിൽ കുറെ മലയാളികളുണ്ടല്ലോ, മലയാളി കോളേജാണ് ശരിക്കും. വേറെ ടീംസ് ഒക്കെ മലയാളം ചെയ്യുന്നത് വളരെ കുറവ്, ആരും ചെയ്തിട്ടില്ല തോന്നുന്നു. ഒരു സോങ് എന്താ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. നമ്മളങ്ങനെയല്ല, നമ്മൾ അത്യാവശ്യം മലയാളം സോങ്സ് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും ഒരു പെർഫോമൻസിൽ എന്തായാലും ഒരു മെയിൻ ഐറ്റം പോലെ ഒരെണ്ണം വെക്കും. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കരളിന്റെ ഇക്കൊല്ലം കൺഫ്യൂഷൻ. ഇപ്പൊ നമ്മളത് കീപ്പ് ചെയ്യുന്നോണ്ട് മലയാളി ഓഡിയൻസിനും ഇഷ്ടപ്പെടും. പിന്നെ മലയാളം നമ്മൾ അങ്ങനത്തെ വൈബുള്ള പാട്ടാ സെലക്ട് ചെയ്യാം. അപ്പൊ ഏത് ലാംഗ്വേജ് വരും അത് എൻജോയ് ചെയ്യും. അടിപൊളി. അപ്പം ഇതിനകത്തൊരു ലവർ ബോയ് ഉണ്ടെങ്കിൽ ആരാണ്? ഓക്കെ, ഇനി വേണേ എന്നെ നോക്കില്ലടാ, സർഗീസാണോ? അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ തിരിച്ചിക്കോണം. പിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ വരും, ആളെന്താന്ന് മനസ്സിലാകുമ്പോ പോകും. കുഴപ്പമില്ല, മ്യൂസിക്കിലാണ് നമ്മൾ പിടിച്ചിരിക്കണ. ഒരുപാട് കരച്ചിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ കരഞ്ഞിട്ടൊന്നും ഇല്ലാന്ന്. പ്രത്യേക കഴിവാണ്. ഏത് എന്ത് പ്രത്യേക ഒരു വ്യക്തിയാണ്. പ്രസ്ഥാനമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ആ ഫാന്റസി ഗേൾ അല്ലെങ്കിൽ പോയി എപ്പോഴും ഇങ്ങനെ അങ്ങനെ ഒരു ലെവലിൽ നടക്കുന്ന ആളിങ്ങനെ ഫാന്റസൈസ് ചെയ്ത് നാളെ ഇന്നതാകും അങ്ങനെ ഒരാളുണ്ടോ പാട്ടിന്റെ? ജോനാണോ? എന്താണ് ശരിക്കും ജോന്റെ ആഗ്രഹം എന്താണ് പറ? ഇപ്പം
ഞാൻ കോളേജിൽ വന്നത് തന്നെ എൻ്റെ മെയിൻ ഇതൊന്നും ലൈക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കണമായിരുന്നു. പഠിക്കാനല്ല ഇത് വീട്ടിൽ കാണിക്കണോ ആലോചിക്കണത്. ഓക്കെ, അങ്ങനെ കോളേജിൽ വന്നു. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ലൈക്ക് കോളേജ് ആണല്ലോ, അപ്പം അറിയാം ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൾച്ചറൽ കാര്യങ്ങളിലായിട്ട് ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന കോളേജാണ് ക്രൈസ്റ്റ്. അപ്പം എങ്ങനെയെങ്കിലും കയറണമെന്നൊക്കെ ആയിരുന്നു, ലൈക്ക് എന്തെങ്കിലും കൾച്ചറലിൻ്റെ അകത്ത്. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഓറിയൻറ്റേഷനിൽ ഞങ്ങളുടെ കൊയറിനെ കണ്ടു, യൂണിവേഴ്സിറ്റി കൊയർ കണ്ടു. അപ്പോൾ അവർ വന്നു, ഓ നൈസ് അക്കപ്പല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെ അവർ ചെയ്തത്. അപ്പം അവിടെ എങ്ങനെയെങ്കിലും കയറണമെന്നായിരുന്നു. അപ്പം അങ്ങനെ കൊയറിൽ കയറി ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റി ബാൻഡിൽ കയറി. പിന്നെ ഞങ്ങൾക്കിപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു ബാൻഡുണ്ട്. ചെറുതായിട്ടൊരു പ്രൊമോഷൻ ഒരു സിംഗിൾ ഇപ്പം ഞങ്ങൾ സ്പോട്ടിഫൈയിൽ റിലീസ് ചെയ്തു. അടുത്തത് വന്നുകൊണ്ടിരിക്കണു. അങ്ങനെ അപ്പം ഞങ്ങൾ ഇപ്പം ഇതുപോലെ തന്നെ കുറേ മ്യൂസിക് പ്രാന്തന്മാരുണ്ട് കോളേജിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ എല്ലാവരുടെയും ഇതുപോലെ തന്നെയാണ്, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പാഷനിലോട്ട് എത്തിപ്പെടണം. അപ്പം ഇത് ഈ 4 വർഷം കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് നോക്കണം. അങ്ങനെ എന്തായാലും കാര്യങ്ങളൊക്കെ ചടപടയും നടക്കട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഇത്രയും പേരെ ഒന്നിച്ച് നടത്തുന്ന ഒരു മാഡ്നെസ് ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ക്രേസി ഫെലോ എന്ന് പറഞ്ഞത് ആരാണ്? ക്രേസി എല്ലായിടത്തിനും ഒരേപോലെ അതാണ് സത്യം പറയട്ടെ. ലൈക്ക് ഞങ്ങളെല്ലാം ജോയിൻ ആയത് തന്നെ ലൈക്ക് we're all so crazy. ഒട്ടും നോർമൽ അല്ല. ഞങ്ങളിപ്പോ വന്ന ബസ് റൈഡിൽ പോലും കാണുമായിരുന്നു ഒരു സ്ക്രൂ ലൂസാ. അപ്പൊ നിങ്ങളെല്ലാം പല ബാച്ചിലുള്ളവരാണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശരിക്കും ഫ്രണ്ട് സർക്കിള് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, അങ്ങനെ ഉണ്ടോ? ലൈക്ക് അങ്ങനെയായിട്ട് പറയാനില്ല. നമ്മളിപ്പം എങ്ങനെയൊക്കെയോ കണ്ടുമുട്ടി. ലൈക്ക് എന്റെ ബാച്ചിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്ഷിപ്സ് എല്ലാം സീനിയേഴ്സിന്റെ കൂടെ, എല്ലാം എന്റെ സീനിയേഴ്സാ. അപ്പൊ ലൈക്ക് ഐ ഡോണ്ട് നോ, there's a specific vibe for the whole thing. ലൈക്ക് ഒരു വേവ് ലെങ്ത് എന്ന് പറയത്തില്ലേ, അത് ഈച്ച് ഓഫ് ദം വെരി സ്പെഷ്യൽ പീപ്പിൾ. അപ്പൊ എനിക്ക് അങ്ങനെയാണ്. Like I got attached to all of you guys. I think നമ്മളെല്ലാരും ഒരുമിച്ച് കണ്ടുപിട്ടിയെന്ന് പറഞ്ഞാൽ കൊയർ എന്നുള്ളൊരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കെങ്കേരി കൊയർ എന്നുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ കെങ്കേരിക്ക് വേണ്ടിട്ട്. അവിടെ നിന്നാണ് നമ്മളെല്ലാവരും ഐ തിങ്ക് ഒരു പോയിന്റിൽ എല്ലാവരും കൊയറിലുള്ളവരാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നവരാണ്. ആൻഡ് അവിടെ നിന്നാണ് നമ്മൾ എല്ലാവരും പരിചയപ്പെടുന്നത്. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലായത്, ഓക്കെ ഇവക്ക് വയ്യ അവനും വയ്യ, എല്ലാവർക്കും വയ്യ. പിന്നെ ആ മ്യൂസിക് എന്നുള്ള ആ ഒരു ഇതും കൂടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചേക്കണേ. അപ്പൊ നിങ്ങള് മലയാളം പാട്ടുകൾ മാത്രമാണോ ചെയ്യുന്നത്? വേറെ അങ്ങനെയൊന്നുമില്ല, ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വരാനുള്ള പാട്ട് തമിഴാണ്. ഉന്നെ കാണാതെയാണ്. അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതും ഭയങ്കര വൈറലായിരുന്നു, നമ്മൾ ചെയ്തിരുന്നത് അടിപൊളിയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൊയർ കണ്ടക്ടർ റോഷൻ സാറ് അറേഞ്ച് ചെയ്ത് ഹോൾ കൊയറിന് 150 പേരെ വെച്ച് പാടിച്ചതാണ്. 150 പേരോ? കെങ്കേരി കൊയർ ഞങ്ങളുടെ കൊയർ കാണാത്തോട് അടിപൊളി കൊയറാ, സൂപ്പർ കൊയറാ. എല്ലാം ഭയങ്കര ടാലന്റ്. ബാൻഡും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ റോഷൻ സാർ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, ഭയങ്കര സപ്പോർട്ടീവ്. ഒരു ഫാക്കൽറ്റി എന്നുള്ളതിനേക്കാൾ നമ്മളിൽ ഒരാൾ എന്നുള്ള ഒരു വൈബ് നന്നായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റും. ഇതുപോലെ ഇപ്പൊ അറേഞ്ച് ചെയ്യാനാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് സാറേ ഇങ്ങനെയാണോ എന്താണ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ പുള്ളി നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതുപോലെ കുറെ സപ്പോർട്ടാണ് നമുക്ക് കോളേജിൽ നിന്ന് തന്നെ. കുറെ കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ പാടാം അല്ലേ? അവരെ നോക്കിനാൽ എവരെ നാനുവേ കണ്ണാടി മുന്നിன்று பார்த்து கொண்டேன் ஒன்றாக செய்திட ஒரு 100 நாடகம் ஒத்திகைகள் செய்து எதிர்பார்த்திருந்தேன் எதிர்பாராமலே ஓ பின்னிருந்து வந்து என்னை பம்பரமா சுழற்று உலகுள்ள பெருவாயில் இந்த வாயோடு வாய்ப்பதித்தாய். இந்த பூலோகம் என்றொரு பொருளுள்ளதை
இந்த பூங்கோதை மருந்தாலடி மாயத்திருடு கண்ணா காமக்கலைஞன் கண்ணா 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 കൃഷ്ണ. നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചു, നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ എന്നെ ബോണ്ട് ചെയ്യണമെന്ന് ഒന്നും സംസാരിച്ചില്ല കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെയായിട്ട്. അത്ര ഒന്നുമില്ല, പക്ഷെ നോട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുക. അപ്പം നിങ്ങൾ ഭാവിയിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു സിംഗിൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുമോ? നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടി ആരെങ്കിലും എഴുതുന്നുണ്ടോ? എഴുത്തുകാരുണ്ടോ ഇതിനകത്ത്? ഓക്കെ. ഞാൻ ഒരു മിനി ആൽബം പോലെ ഇറക്കിയായിരുന്നു. 3 സോങ് സ്പോട്ടിഫൈയിൽ അങ്ങനെ യൂട്യൂബ് മ്യൂസിക്കിലൊക്കെ ഇറക്കിയായിരുന്നു. അപ്പൊ അതിലൊരു സോങ് ഞാൻ ബെന്നിന്റെ കൂടെ ചെയ്തേ. അപ്പം തല ഫീഡായി പോയി അതാ. ഓക്കെ. അവനുണ്ടായിരുന്നു. പിന്നെ ഇവരിൽ കുറച്ച് പേരുടെ വോയിസസ് ഒക്കെ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. സോ അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ജൂയില് അത് നമ്മുടെ സോങ് ആയിട്ട് എടുത്ത് ചെയ്യാം, നമ്മുടെ പാർട്സ് ഒക്കെ ഇട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചിലപ്പോൾ അത് മിക്കവാറും നമ്മൾ റെക്കോർഡ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും. ഓ അടിപൊളി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷയാണ്. നിങ്ങൾക്ക് ജൂബിയിലുള്ള പ്രതീക്ഷ എന്താണ്? ഞാൻ ഇപ്പോൾ ഫൗണ്ടറിന്റെ കാര്യം പറഞ്ഞു, ആളതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ജൂബി? ഫൗണ്ടറിന് പ്രതീക്ഷ ഇല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷയൊക്കെ ഉണ്ട്. കാരണം ഇൻഡിവിജ്വലി നോക്കിയാലും ആസ് എ ഗ്രൂപ്പ് നോക്കിയാലും ഭയങ്കര ടാലന്റഡ് ആയ ആൾക്കാരല്ല. ശരി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ വട്ട് എന്നുള്ളതാണ് മ്യൂസിക്കൽ നമ്മളെ ഇത്രയും അടുത്തിങ്ങനെ നിർത്തുന്നത്. അതാണ് മ്യൂസിക്കും പിന്നെ വട്ടും കോമൺ ആയിട്ട് വരുന്ന 2 പേര് വട്ടും മ്യൂസിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ആ ഒരു വൈബ് സംതിങ് സ്പെഷ്യൽ. വട്ടെന്ന് പറഞ്ഞത് അതാണ്. ആ വട്ടുള്ളിടത്തോളം കാലം ഈ ഗ്രൂപ്പ് പോകും. അപ്പൊ അങ്ങനെ പോകുന്ന പോലെ തോന്നിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് വട്ട് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുന്നത്. വട്ടാണല്ലോ ഇതിന്റെ ടീം സ്പിരിറ്റ് എന്ന് പറയുന്ന വട്ട. കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോ പുതിയ ഫസ്റ്റ് ഇയേഴ്സ് വരുമ്പോ നമ്മൾ അത് നോക്കി വട്ടുള്ള ആൾക്കാർ അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് നമ്മള്. സൈക്കോളജി അതിനേക്കാളും വട്ടുള്ള ആൾക്കാർ. അല്ല ബിടെക് എന്താ വെച്ചാൽ വട്ടുള്ളവര് വരും, സൈക്കോളജിയിൽ വന്നു കഴിഞ്ഞ ആൾക്കാർ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, നിങ്ങളുടെ ഒരു ബാൻഡ് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം നമ്മൾ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എത്രമാത്രം എക്സൈറ്റഡ് ആയി നിങ്ങൾ വന്ന സമയത്ത് ക്ലബ് എഫ് എം നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? എടാ ഒന്നും പറയാനില്ലടാ. പറയാം. സന്ദീപേട്ടൻ എനിക്കാണ് ആദ്യം മെസ്സേജ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ നോക്കുമ്പോ രാവിലെ റിക്വസ്റ്റിലാ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ ആദ്യം സന്ദീപ് സണ്ണി എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഈ ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഈ ചേട്ടനൊക്കെ വിളിച്ചോ, ഗ്രേറ്റ്. നമ്മൾ ചോദിച്ചു അപ്പൊ കഴിഞ്ഞ വട്ടം ഒരു ഇതുപോലെ നമ്മൾ ഉണ്ണെ കാണാതെ ചെയ്തപ്പോ തന്നെ നമ്മുടെ ടീമിനെ നമ്മുടെ ടീമിൽ നിന്ന് എക്സ്റ്റേണൽ ആയിട്ടും 2-3 പേരുണ്ടായിരുന്നു. അതിൽ അത് ജൂവി എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്തത്, കോയർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൽ 75 to 80% നമ്മളുടെ മെമ്പേഴ്സിനെ ആയിരുന്നു ഉണ്ണെ കാണാതെ ചെയ്തപ്പോൾ. ആ വീഡിയോ ഭയങ്കര വൈറലായിട്ട് നമ്മളെ തൃശ്ശൂര് RJ വിനീതേട്ടൻ വിളിച്ചിരുന്നു ഇതുപോലെ ക്ലബ് എഫ് എം. അന്ന് എല്ലാരും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല, കാരണം അന്ന് ഫീമെയിൽ സിംഗർ ഇല്ല, പിന്നെ ഓഡിയോ റെക്കോർഡിങ്ങിന് ആ സമയം വെക്കേഷനും ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. ചേട്ടൻ മെസ്സേജ് അയച്ചപ്പോൾ ഫസ്റ്റ് തോട്ട് ഇപ്രാവശ്യം എല്ലാവരും പോകണം. അതാണ്, കാരണം ഇത് ഒരാളുടെ സംഭവം അല്ലല്ലോ, എല്ലാരും കൂടെ പോകണമെന്ന് തീരുമാനിച്ചു. പറഞ്ഞപ്പോൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ്, എല്ലാരും ഭയങ്കര ഹാപ്പി, ആർക്കും ഒരു നോയും പ്രശ്നങ്ങളൊന്നും, എല്ലാരും ഭയങ്കര ഹാപ്പി. എപ്പോ പോണേ എല്ലാരും വരുമോന്നല്ലേ പ്രാക്ടീസ് അല്ലടാ, പ്രാക്ടീസ് ആണൊക്കെ വന്നിട്ടാവില്ല എല്ലാവരും. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടപ്പോ തൊട്ട്. പെട്ടെന്ന് വെക്കണം, ആസ് സൂൺ ആസ് പോസിബിൾ ആക്കണം എന്നുള്ളതായിരുന്നു എല്ലാവരും ഒരു സ്പിരിറ്റ്. ഫൈനലി എങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂ? നല്ല ഇന്റർവ്യൂ. ഇവരെനിക്ക് ഭയങ്കര സംശയം വരുന്നുണ്ട്, അവരൊക്കെ അഭിനയിക്കുന്നു. നല്ല ഇന്റർവ്യൂ, നല്ല അടിപൊളി ഇന്റർവ്യൂ.
നല്ല ആദ്യവട്ടേ കണ്ടിട്ടുള്ളൂ ആ. അത് ജസ്റ്റ് ഡിസ്ക്ലെയിമർ. ആകെ അപ്പൊ ഇത് ഫുള്ളായിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ വന്നിരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കങ്ങ് നിർത്താം. ക്ലബ് ഓഫ് വേർഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ